ഏറ്റവും വലിയ കുട്ടികള്. ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേയ്സിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. സംഭവം ഞങ്ങളുടെ ഇവിടെ നാട്ടിലെ അമ്പലത്തിൽ എല്ലാ ഇയറും നടക്കുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് എന്താ പറയുക, സപ്താഹം എന്നാണ് പറയുക. 7 ദിവസത്തെ പരിപാടിയായിരിക്കും. ഞങ്ങൾ കുറച്ചധികം ഗ്രാൻഡായിട്ട് നടത്തുന്ന പരിപാടിയായിട്ട് എല്ലാവരും ഒരുപാട് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും ഏകദേശം എല്ലാവരും പങ്കെടുക്കുന്ന നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മൾ 7 ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ അമ്പലത്തിലായിരിക്കും. രാത്രിയായിരിക്കും വീട്ടിലേക്ക് വരിക. അപ്പം അങ്ങനെ എന്താ പറയുക, എല്ലാ വർഷവും ഇത് നടക്കാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഇത് പറയുകയാണെങ്കിൽ കൃഷ്ണൻ്റെ ഒരു സ്റ്റോറി ഉള്ളത്. കൃഷ്ണൻ്റെ ജനനം മുതൽ മരിക്കുക, അതായത് സ്വർഗാരോഹണം വരെയാണെന്നൊക്കെയാണ് കഥ പറയാറ്. ഓക്കെ, അപ്പം അതുവരെയുള്ള ഒരുപാട് കൃഷ്ണൻ്റെ ഒരുപാട് അവതാരങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ഫുൾ ഒരു ടിപ്പിക്കൽ എന്താ പറയുക, ഫുൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയാണ് 7 ദിവസം പരിപാടി. അപ്പം ഇന്നാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ റെഡി ആവാൻ പോവാണ്. പിന്നെ വൈകുന്നേരമാണ് തുടങ്ങണം. ഇനി നമ്മൾ 7 ദിവസം അമ്പലത്തിലേക്ക് ആയിരിക്കും, വാർത്ത വിശേഷങ്ങളൊക്കെ ആയിരിക്കും. ഹായ് ഗൈസ്, അപ്പം ഞാൻ ഒതുങ്ങി കേട്ടോ. ഇപ്പോൾ കൃഷ്ണൻ എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കൃഷ്ണ വിഗ്രഹമാണ് വെക്കണം. എന്നിട്ട് നമ്മുടെ കൃഷ്ണൻ ഉണ്ടാവും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി. ഇനിയിപ്പോൾ നമുക്ക് പ്രദക്ഷിണം പറഞ്ഞ സംഭവമുണ്ട്. അതെന്ന് വെച്ചാൽ മനക്കലിൽ നിന്ന് നമ്മൾ അമ്പലത്തേക്ക് എത്തുന്ന സംഭവം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മനക്കലേക്ക് പോകാൻ അവിടെ കഴിഞ്ഞോന്നറിയില്ല, എല്ലാവരും പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ നമ്മളും പോകുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യം ഞാനായിട്ട് അപ്പം ഞങ്ങളുടെ നാട്ടിൽ വേറെ കുട്ടീനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ കൃഷ്ണനൊക്കെ അവിടെ കൊടുത്തു കേട്ടോ, വിഗ്രഹം അവിടെ നമ്മളവിടെ കൊടുത്തു. അപ്പം ഇതൊക്കെ കാണിച്ചത്. ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ. 5ാമത്തെ ദിവസമല്ലേ രുക്മിണി സമരം? 5ാമത്തെ ദിവസം രുക്മിണി സമരം. അതിൻ്റെ എന്താണ് ഇവിടുത്തെ പ്രോഗ്രാംസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ വേറെ സംഭവം കൂടി പറഞ്ഞു തന്നെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് കേട്ടോ ഫുൾ കാടൊക്കെ പിടിച്ച് നല്ല, പക്ഷെ നല്ല രസമാണ്. അവിടെ മനക്കൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു കേട്ടോ. മനക്കൽ മഴ ഇതാണ്ട് നമ്മുടെ മനക്കൽക്കുള്ള വഴി. ഇടയ്ക്ക് ഇതങ്ങോട്ട് പൊട്ടണ പേടിച്ചു. നന്ദന ഹലോ പറയും. ഇതാണ്ട മന. എന്താ ഈശ്വരി വിഷമം? എന്താ വിഷമം? ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല, അതാണ് ഞങ്ങളെ വിഷമം. ഓം ശ്രീ ഗുരുഭ്യോ ശങ്കരാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. കൃഷ്ണായ. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നല്ലപോലെ അത് ജ്വലിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ഗൈസ്. സൂപ്പർ സമയം 6:10 സംതിങ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ രാവിലെ നമുക്ക് ഒരു എന്താ പറയുക, നാമജപം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നീച്ചതാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ രാവിലെ നീക്കാത്തതുകൊണ്ട് നല്ല തണുപ്പും കിടന്നുറങ്ങാൻ തോന്നും. അപ്പോൾ ഐശ്വര്യം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് നീപ്പിച്ചതാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കുളിയൊക്കെ ഞാൻ അരമണിക്കൂറിനുള്ളിൽ 6:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തുന്ന രീതിയിൽ എല്ലാം ചെയ്യാം. ഞാൻ പോയി കുളിച്ച് റെഡിയായി. ഹായ് ഗൈസ്, ഒരു 5 മിനിറ്റ് കൊണ്ടുള്ള ഒരു കണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ നേരം കഴിഞ്ഞാൽ പോവാം. സോ നമ്മൾ ഐശ്വര്യന് വീട്ടിലേക്ക് പോകാം കേട്ടോ. അവളവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഐശ്വര്യം അതൊക്കെ ഇവളെ ഞാൻ രാവിലെ എണീപ്പിച്ചാണ്. അയ്യോ, അപ്പോൾ എന്താ പറയുക, നമ്മൾ നടന്ന് അവിടെ പോവാം കേട്ടോ. അവിടെ ഒരു നാമജപം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. പക്ഷെ നാളെ നമ്മൾ എന്തിനെക്കാട്ടും നേരത്തെയാണ്. ഓക്കെ, അപ്പോൾ കമ്മലം കിട്ടിട്ട് കയ്യിലിട്ട് കമ്മൽ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ നമ്മളൊരു 8:30 ആകുമ്പോഴേക്ക് 8:30 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് തിരിച്ചു പോരും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഇന്ന് പോരാൻ പറ്റില്ല, കാരണം ഇന്ന് എനിക്ക് എൻട്രൻസ് എക്സാം ഉണ്ട് കേട്ടോ.
അപ്പം ഞാൻ അതിന് പോവും. അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല, ഒന്നും പഠിച്ചില്ല. അപ്പം നമ്മൾ എൻട്രൻസ് എക്സാമിന് പോവും. അതുകൊണ്ട് വൈകുന്നേരം പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരും കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ നിർത്തില്ല, ഞാൻ മറന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചു, അമ്പലത്തിൽ നിന്ന് ഇട കഴിച്ചത് ആഴ്ച. അപ്പോൾ ഞാൻ ഐശ്വര്യൻ്റെ വീട്ടിലിരിക്കാം കേട്ടോ. ഞാൻ അപ്പോൾ പോവും. അപ്പോൾ ഞാൻ വെയിൽ വന്നത് കൊണ്ട് ക്ഷീണം കൊണ്ടിരുന്നാലും ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോകും കേട്ടോ. അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എക്സാമിന് പോകാതെ റെഡിയാക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടോ. ഇത് നമുക്ക് ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകാം. എന്താവുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്ക് എന്തായാലും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പോകേണ്ടത്. അച്ഛൻ ഉണ്ടാക്കി തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തൊരു ചൂടാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാമല്ലോ, പഠിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് MES മമ്മാട് വെച്ചിട്ടായിരുന്നു എക്സാം. ആദ്യമായിട്ടോടെ ക്യാമ്പസിലേക്ക് പോകണം. അതുകൊണ്ട് വഴി തപ്പി പിടിച്ച് അവിടെ എങ്ങനെയൊക്കെ എത്തി. പിന്നെ സ്നേഹി, ഞാനും ഹർഷിയും അതേപോലെ തന്നെ ഈദി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് 4 മണിക്ക് ഇറങ്ങിയിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഹലോ, അപ്പോൾ കഴിഞ്ഞു കേട്ടോ. നമ്മൾ എക്സാം എഴുതാൻ പോയി, എക്സാം എഴുതി വന്നു. ഇപ്പോൾ അതാ കയറി ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ കോലൊക്കെ തേടപ്പോൾ നമുക്ക് വേഗം പോയിട്ട് മേലെഴുതി അമ്പലത്തേക്ക് പോകാം. അപ്പോൾ ഐശ്വര്യ അവിടെ എത്തിയെന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോയി വരികയാണ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. കുളി മീൻസ് മേല് കഴുകി. അമ്മേ, ഇപ്പോൾ ഒരാശ്വാസം. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വേഗം പോയിട്ട് ഐശ്വര്യ വെയിറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് പോകാം. പൂച്ച എപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലാണ്. ഹായ്. അപ്പോൾ നമുക്ക് ഐശ്വര്യനെ അവിടേക്ക് പോകട്ടോ. ഇപ്പോഴത്തെ ഈ വ്ളോഗിൽ എപ്പോഴും ഇത് തന്നെ ഇരിക്കും. ഐശ്വര്യനെ അവിടേക്ക് പോകുന്നു, ഐശ്വര്യനെ പിക്ക് ചെയ്യുന്നു, നമ്മൾ പോകുന്നു. ഇത് തന്നെ ഇരിക്കും. ഇവിടെയൊക്കെ നല്ല പഴുപ്പുണ്ട്. ഇപ്പോൾ നല്ല മഴ പെയ്തിട്ട് നല്ല പഴുക്കണ സ്ഥലമായിട്ടുണ്ട്. എവിടെയെങ്കിലും വീണ പോലെ ആയിരിക്കും. ഞാൻ ഐശ്വര്യൻ്റെ അവിടുത്തെ പട്ടിയുണ്ട്, അത് ഫുള്ളിനെ കണ്ട കുറയാണ്. ഇപ്പോൾ കുറയ്ക്കും. ഇത് രാവിലെ വൈകുന്നേരം എല്ലാ സമയത്തും ഇങ്ങനെ ഇവരെ കാണിച്ച് ഹലോ ഗൈസ്, എന്താണ് ഞങ്ങളുടെ നാട് നോക്കും, ഫുൾ പുഴയാണ് ഗൈസ്. ഇതെങ്ങനെ ഈ ചളി കൂടെ പോകുന്നു. ഓക്കെ, അപ്പം എന്താ പറയുക, ഞാൻ ഇവരോട് ഇങ്ങനെ പറയുന്നത് വ്ളോഗ് ഐശ്വര്യയെ ഹായ് കൊടുക്കും. എന്നും രാവിലെ ആകുമ്പോൾ ഐശ്വര്യനെ പിക്ക് ചെയ്യാൻ പോകണമെന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അതല്ല ഞാൻ എന്താ പറയുക, ഉച്ചയ്ക്ക് ഐശ്വര്യനെ പിക്ക് ചെയ്യാൻ പോകണ്ടാവും, വൈകുന്നേരം ഐശ്വര്യനെ പിക്ക് ചെയ്യാൻ പോകണ്ടാവും. നന്ദനി ഉണ്ട്, പഞ്ചരി ഉണ്ട്. അല്ല ഇതന്നെയാണ്. പക്ഷെ ഉച്ചയ്ക്ക് ഇന്ന് ഞാൻ എൻട്രൻസിന് പോയതുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങളാണ്. ഐശ്വര്യനെ കിട്ടിയില്ല. നാളെ മുതൽ ഫുള്ള് ഇതാ. നാളെ രാവിലെ ഐശ്വര്യ 6 മണിക്ക് നീക്കി നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് എത്തി ഗൈസ്. അഞ്ജലി ഹായ് പറഞ്ഞില്ല വൈകുന്നേരം. ഒരു ഉപദേശവും ഇല്ലാതെ ആ നശീകരണത്തിന്റെ വേളകളിലേക്ക് സ്വയം ചെന്നെത്തുന്നവരാവും. കേൾക്കുമ്പോൾ മനസ്സിന്റെ ശാന്തതയൊക്കെ നഷ്ടപ്പെട്ടു. മുൻപുണ്ടായിരുന്നതായ ആഗ്രഹവും അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സപ്താഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ കഴിഞ്ഞു തോന്നുന്നു. നോർമലി നമുക്ക് 8 മണിയൊക്കെ ആവാറുണ്ട്. ഇന്നിപ്പോൾ 7 മണി 7:30 ആകുമ്പോഴേക്കും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ 12 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് എക്സാമിന് പോകണമായിരുന്നു കേട്ടോ. അപ്പം നല്ല വിശപ്പുണ്ട്. അമ്മ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൽ ഇതായതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. കാരണം വെച്ചാൽ വെറുതെ വേസ്റ്റ് ചെയ്യും ഇവിടെ. കാരണം നമുക്ക് രാവിലെ ഉച്ചയ്ക്കൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ രാത്രി മാത്രം മതി. അപ്പോൾ എന്തായാലും അമ്മ ഫുഡ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. അമ്മ ഇവിടെ ചോറ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തക്കാളി ചോറ് അങ്ങനെ എന്തോ ആക്കാൻ പോയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് പോകണം. എല്ലാം ഇങ്ങനെ സെറ്റായി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഇനി അടുത്ത വർഷം നോക്കാം.